എന്തിനാടാ ചിരിക്കുന്നേ? കുറേ നേരമായാലോ ചിരിക്കുന്നേ. ഒന്ന് മതിയാക്കടാ. എടാ മതിയാക്ക്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇപ്പോൾ ആ ഇത് കണ്ട് ചിരിച്ചു. ഇനി അടുത്ത് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒറ്റൊരു കാര്യം, അതായത് നമ്മളിപ്പോൾ അവരുടെ സാഹചര്യം വെച്ചിട്ട് അവരൊരു സാധനം ചെയ്യുമ്പോൾ അതിൽ നമുക്കിഷ്ടപ്പെടാത്ത സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിലല്ലേ കാര്യങ്ങൾ പറയേണ്ടത്. നന്നാക്കാനുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇന്ന പോരായ്മകളുണ്ട്, അങ്ങനെയല്ലടാ നമ്മൾ ചെയ്യേണ്ടത്. എടാ ഈ ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കോമഡി വേണ്ട. എടാ എന്തെങ്കിലും കോമഡി ഉണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാം. അല്ലാതെ നീ ചിരിക്കുമ്പോൾ ആ പാവപ്പെട്ടവരല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും അവരെന്തെങ്കിലും സംഭവം ചെയ്തിട്ട് അതിൽ തെറ്റ് കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് അവരത് പറയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. എനിക്കാവോ ഒറ്റയ്ക്ക് ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നീ ചിരിക്കുമ്പോൾ നിൻ്റെ കാര്യം കൂടി നീ നോക്കണം. എടാ ഈ സ്വീപ്പാക്കുന്നത് അതെല്ലാവർക്കും പറ്റും. എടാ നീ ഒരു സാധനം ചെയ്യുമ്പോൾ മാത്രമേ നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയുള്ളൂ. അല്ലെങ്കിൽ നീ ചെയ്തൊരു സാധനം മറ്റൊരാൾക്കാരത് സ്വീപ്പാക്കി കാണുമ്പോൾ ആ വിഷമം അറിയുന്നത് എന്താ പറയുക, നീ അന്നേരം ചിന്തിക്കും ഇവർക്ക് ഞാൻ ചെയ്യുന്നതിൽ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ എടുത്ത് പറഞ്ഞാൽ പോരെ. അങ്ങനെയാണ് നീ ചിന്തിക്കല്. പക്ഷെ നീ മറ്റൊരാളുടെ വീഡിയോ കാണുമ്പോൾ നീ ചെയ്യുന്നത് എന്താണ്? അവരെ പോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവരെ പിന്നെ വളർത്താനോ മറ്റോ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എടുത്ത് പറയാതെ നീയും ചിരിച്ചുകൊണ്ട് സ്വീപ്പടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിൻ്റെ ആയുസ്സും കൂടുകയാണ്. അപ്പോൾ നീ അവരോട് നന്ദിയാന്ന് പറയേണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ പിന്നെ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പിന്നെ എന്താ പറയുക നാടകത്തിലും എല്ലാം ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും എന്താ പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്താൽ ശരിയാകുമോ ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്വീപ്പാക്കുമോ എന്നുള്ള പേടി കൊണ്ട് പലരും എന്താണ് സ്വയം മനസ്സിൽ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. പലർക്ക് സാഹചര്യങ്ങൾ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ നമ്മളെ മുമ്പിൽ ഒരാളുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പോരായ്മകൾ എടുത്തു പറഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞിട്ട് അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്നിടത്തല്ലേ ശരിക്കും ഒരു മനുഷ്യത്വം ഉള്ളത്. അല്ലാതെ നമുക്ക് പറയാമെങ്കിലേ നീ ഇപ്പോൾ കുറേ സമയം ഇരുന്ന് ചിരിച്ചു, പിന്നെ എന്താ പറയുക, പക്ഷെ ആ ചിരിയിൽ ഞാൻ കണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, നിന്നെ കൊണ്ട് ചിരിപ്പിക്കണമെങ്കിലും അവരത് ചെയ്യണമെങ്കിൽ അവരൊരു റിസ്ക് ഉണ്ട്. എടാ ഈ ചിരിക്കാൻ ആർക്കും പറ്റും, പക്ഷെ കൂടെ നിൽക്കാനാണ് ആർക്കും പറ്റാത്തത്. പിന്നെ ഒരു കാര്യം, ഈ കഴിവില്ലാത്തവൻ്റെ ആയുധമാണ് ഈ പരിഹാസം എന്ന് പറയുന്നത്. എടാ ആർക്കും ചിരിക്കാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്തു നിന്നല്ല, ലോകത്തെ എല്ലാ ആൾക്കാരും ഒരുപോലെ ഒന്നല്ല, എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകൾ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നീ നിൻ്റെ ജോലിയിൽ നിൻ്റെ കഴിവ് വളർത്താൻ ശ്രമിക്കുമ്പോൾ നീ അത് എടുക്കുന്ന സ്ട്രഗിൾ എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കുന്നവർക്കറിയാം. പക്ഷേ അതേ നീ തന്നെ മറ്റുള്ളവർ അവരെ കഴിവുകൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുമ്പോൾ നീ അവരെ സ്വീപ്പാക്കുമ്പോൾ അവിടെ നീ വെറും ശൂന്യതയാണ്, വെറും ശൂന്യത. അതായത് വെറും വട്ടപ്പൂച്ച്. അതാദ്യം